വിരാട് കോഹ്ലിയാണോ സാം കോൺഷ്യസ് ആണോ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് നിറഞ്ഞു കവിയാനുള്ള കാരണം? മാച്ച് തുടങ്ങുന്നതിന് മുമ്പും മാച്ച് തുടങ്ങി കഴിഞ്ഞതിന് ശേഷവും സ്റ്റേഡിയത്തിൽ നടന്ന കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ചെയ്യണം പോകട്ടോ. ട്രെയിനാണ് പോണേ. എന്നാലും നമുക്ക് അല്ലെങ്കിൽ പിന്നെ പാർക്കിംഗ് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രെയിൻ കയറി കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ പോയി ഇറങ്ങി പോകാം. അപ്പോൾ ദീപ്തി രാവിലെ തന്നെ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോക്കണം. ഇവിടെ തൊട്ടടുത്താണ്. എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയുണ്ട് കളി എന്നൊക്കെ നമുക്ക് കാണാം. നമുക്ക് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇത് മെറിൻഡ പാർക്ക് മെട്രോ സ്റ്റേഷൻ എന്നാണ് എൻ്റെ പേര്. ഇതിന് മുമ്പാണ് ക്രാൻബൺ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റോപ്പാണ് മെറിൻഡ പാർക്ക്. അപ്പോൾ നമുക്ക് എല്ലായിടത്തൊക്കെ ഉള്ളത് തന്നെ ഒരു മൈക്കി കാർഡ് ഉണ്ട്. ട്രെയിനിലും ബസ്സിനൊക്കെ നമുക്ക് പോകാൻ പറ്റിയൊരു കാർഡുണ്ട്. ആ കാർഡ് നമുക്ക് ടാപ്പ് ചെയ്തിട്ട് വേണം നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ. കാർഡ് ടാപ്പ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ചെക്ക് ചെയ്യാൻ ആരുമില്ല. പക്ഷേ ട്രെയിനിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ചക്കർ കയറി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈനൊക്കെ അടിച്ച് കിട്ടും. അതുകൊണ്ട് അത് ടാപ്പ് ചെയ്യണം അകത്ത് തരാനായിട്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടോ. പുതുപുത്തൻ മെട്രോ ആയിട്ട് പോകുന്നിരിക്കുന്നത്. ട്രെയിൻ അടുത്ത് വന്നതിന് ശേഷം നമ്മൾ ആ ബട്ടൺമേൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആയിട്ട് വരും. ട്രെയിനിൻ്റെ അത് തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ രണ്ടാമത്തെ സ്റ്റോപ്പല്ലേ ആയിട്ടുള്ളൂ. അത് കാരണം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. 2-3 സ്റ്റോപ്പൊക്കെ കഴിയുമ്പോഴേക്കും നല്ല തിരക്കാവും. ട്രെയിനിൻ്റെ ആഘോഷമൊക്കെ ഇല്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഏകദേശം 1 മണിക്കൂർ യാത്രയാണ് കേട്ടോ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്താനായിട്ട്. റിച്ച്മണ്ട് സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ സ്റ്റേഡിയത്തിലേക്ക് പോകാനായിട്ട്. പിന്നെ പോകുന്ന വഴിക്ക് പഴയ സ്റ്റേഷനും പുതിയ സ്റ്റേഷനും അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ റിച്ച്മണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഈ സ്റ്റേഷൻ മെയിനായിട്ട് MCGയിലേക്ക് പോണ ഒരു സ്റ്റേഷനായിട്ടാണ് കൺസിഡർ ചെയ്യണേ. പോകുമ്പോൾ തന്നെ നമുക്ക് കുറേ സ്പോർട്സിൻ്റെ കുറേ വാളുമ്പോൾ കുറേ സ്റ്റിക്കറുകളും പെയിൻറ്റിങ് വർക്കുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരെ പോവാണ്. ഈ റോഡൊക്കെ മെയിൻ റോഡാണ്, അതെല്ലാം ക്ലോസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്ലാഗ് വിൽക്കാൻ വേണ്ടി ഒരാളോട് നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അവിടെ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്റ്റേഡിയത്തിന് അടുത്ത് എത്താറാകുമ്പോഴേക്കും ഇങ്ങനത്തെ പലതരം കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് 500 മീറ്റർ നമുക്ക് നടന്നു പോകണം കേട്ടോ സ്റ്റേഡിയത്തിനടുത്തേക്ക്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ MCGയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. പുറമേ നോക്കുമ്പോൾ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ സംഭവം പൊളി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബർഗറും കോഫിയൊക്കെ വെക്കണ ഒരു ചെറിയൊരു വാനൊക്കെ ഒന്ന് നിർത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ എല്ലായിടത്തും ഉള്ളവർ തന്നെ സെക്യൂരിറ്റി ചെക്ക്, ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അകത്തേക്ക് കയറുള്ളൂ. ഞാനും അകത്തേക്ക് കയറി കേട്ടോ. സമയം രാവിലെ 9:15 ആയിട്ടുള്ളൂ. എന്തോരം ആൾക്കാരാണ് വരുന്നത് നോക്കിയേ. പിന്നെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നല്ല ചൂടായ കാരണം നമുക്ക് തലയിൽ വെക്കാണ്ട് ഒരു ബക്കറ്റ് പോലത്തൊരു പേപ്പറിൻ്റെ ഒരു ഇത് തരും. അതുപോലെ തന്നെ മുഖത്ത് വെയിലടിക്കാണ്ടിരിക്കാൻ വല്ല ഒരു സംഭവം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. വേണേൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് പോകട്ടോ. ഇന്ന് വേൾഡിലെ 2nd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ MCG മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇന്ത്യൻ ടീം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്ലേയേഴ്സിനും അടുത്ത് കാണാൻ വേണ്ടിയിട്ടോ. ബുംറ പോകണു, അതുപോലെ തന്നെ രാഹുൽ ബാറ്റ് ചെയ്യണു, കോഹ്ലി പ്രാക്ടീസ് ചെയ്യണു. എല്ലാ പ്ലേയേഴ്സും ഒരു 3/4 മണിക്കൂറോടത്തോളം അവിടെ നിന്നു. അങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ പ്രാക്ടീസ് സെക്ഷനൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് തിരിച്ച് സീറ്റിലേക്ക് പോകണമെങ്കിൽ പണ്ടത്തെ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറില്ലേ ഡാമിയൻ ഫ്ലെമിങ്, പുള്ളി അവിടെ നിൽക്കണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് പുള്ളിനെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്രിക്കറ്റ് കളിയൊക്കെ തുടങ്ങുമ്പോൾ TV-യിൽ ഈ കമൻറ്റേറ്റേഴ്സായിട്ട് എന്തോ ഒരു ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായേ. അവിടെ ഒരു റിക്കി പോണ്ടിങ്, അത് ലെസ്റ്റിൻ ലാംഗർ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ അവരെ ഈ പരിപാടിക്ക് മുമ്പ് തന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. കൂടെ നമ്മുടെ സുനിൽ ഗവാസ്കറോടെ ഉണ്ടായിരുന്നു, പുള്ളിനെ കണ്ടു. സ്റ്റേഡിയത്തിൻ്റെ അത് ഫ്രീ ആയിട്ടൊരു ഹെൽത്ത് ചെക്കപ്പ് ആണ് കേട്ടോ. അത് ഷെയ്ൻവോണിൻ്റെ പേരിലാണ് നടത്തുന്നത്. ഫുള്ള് ഫ്രീ ആണ്. കുറേ പേര് അവിടെ ക്യൂ നിൽക്കണ്ടായിരുന്നു അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി. പിന്നെ ഞാൻ അവിടേക്ക് നിന്നില്ല, നേരെ നമ്മുടെ സീറ്റിലേക്ക് എത്തിയിട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ MCGയുടെ ബ്യൂട്ടി. മെത്ത വിരിച്ചേക്കണ പോലെ അല്ലേ നോക്കിയാൽ, പുല്ല് വിരിച്ചിറക്കണേ. എന്തോ ഒരു ഭംഗി നോക്കിയല്ലേ.
ഒരു കറക്റ്റ് 10:30 അമ്പയർമാർ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടോ. പ്ലേയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കളി തുടങ്ങാൻ പോകണം. ആ സമയത്തൊന്നും ഗ്രൗണ്ടിൽ നിന്ന് വലിയ ആളില്ല കേട്ടോ. ഇതെന്താ സംഭവിച്ചെന്നൊരു പിടുത്തൂല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കില്ലേ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ കളി തുടങ്ങി. സിറാജാണ് ഫസ്റ്റ് ബോൾ ചെയ്യണേ. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ടെസ്റ്റ് ക്രിക്കറ്റാണെന്ന് നമുക്ക് അങ്ങനെ തോന്നുക പോലും ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ സമയം 11:40 കേട്ടോ. അപ്പോഴേക്കും ഗ്രൗണ്ടിൽ അവസ്ഥ നോക്കി ആൾക്കാരുടെ നിറഞ്ഞ് കവിഞ്ഞു. ആ കോഹ്ലിയായിട്ടുള്ള പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഫുൾ ഓസ്ട്രേലിയൻസ് ഇരുന്നു കേട്ടോ. എൻ്റെ ഇടത്തും വലത്തൊക്കെ ഓസ്ട്രേലിയൻസ് ഇരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു ബിരുദൻ കോഹ്ലിയുടെ ഫാൻ എന്ന് പറഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഓടി വന്നിരുന്നു. പിന്നെ സെക്യൂരിറ്റി അവനെയും പൊക്കി പിടിച്ചിട്ട് പോകണ്ടായിരുന്നു. അങ്ങനെ സ്മിത്ത് സെഞ്ചുറി അടിച്ചു കേട്ടോ. അതിൻ്റെ ഒച്ചപ്പാടും ബഹളം കേൾക്കാൻ കേട്ടോ. കറക്റ്റ് 12:30 ലഞ്ചായിട്ടോ. ആ സമയത്ത് ഞാൻ നേരെ ഓസ്ട്രേലിയൻ സ്പോർട്സ് മ്യൂസിയം എന്നൊരു സംഭവമുണ്ട്. അതിന് ചെറിയൊരു ടിക്കറ്റ് പൈസ ഉള്ളൂ. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കളി കാണുമ്പോൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ചെറിയ പൈസ ഉള്ളൂ. അത് എൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മ്യൂസിയം ഒന്ന് കണ്ടേക്കാന്ന് വെച്ച് കയറിയതാണ്. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഓസ്ട്രേലിയയുടെ ഒളിമ്പിക്സിന് പോയിട്ടുള്ള സംഭവങ്ങളും അതുപോലെ ക്രിക്കറ്റും അവരുടെ AFL ഫൂട്ടി അതുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മ്യൂസിയം. അത് ഒളിമ്പിക്സ് തുടങ്ങി അന്ന് തുടങ്ങി ഇപ്പോൾ ലേറ്റസ്റ്റ് ഒളിമ്പിക്സ് കഴിഞ്ഞ വരെ ആ ഒളിമ്പിക്സിന് ഗോൾഡ് മെഡൽ കിട്ടിയതും അത് ഏതൊക്കെ ഗെയിമിനെ കിട്ടിയത് അവരെന്തൊക്കെ പരിപാടിക്ക് പങ്കെടുത്തതിലുള്ള അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു നമുക്ക് കണ്ടിരിക്കാൻ ഒരു രസമാണ്. അതോ ഓസ്ട്രേലിയ അവരുടെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രൗഢി കാണിക്കാനും ഇതൊക്കെ കാണിക്കാൻ വേണ്ടി മൊത്തത്തിലൊരു മ്യൂസിയത്തിൻ്റെ സെറ്റപ്പ്. കുറേ നേരം അവിടെ നിന്ന് കറങ്ങി അടിച്ചുകൊണ്ട് ആൾക്കാർ മൊത്തം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്രിക്കറ്റിൻ്റെ സെക്ഷനിലെത്തി. അവിടെ ശരിക്കും ഒരു 3Dയുടെ ഇതുപോലെ ഒരു പിച്ചും ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്റ്, ബോള്, ക്യാപ്പുകൾ അങ്ങനത്തെ എല്ലാ സെറ്റപ്പോട് കൂടിയ ഒരു കണ്ടിരിക്കാൻ കുറേയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 10-35 മിനിറ്റ് മൊത്തം ചുറ്റി കറങ്ങി കിടന്ന് കണ്ടു കേട്ടോ. ഓസ്ട്രേലിയൻസിൻ്റെ അടുത്തൊരു ഫേവറേറ്റ് ഗെയിമായിട്ടോ ഹോഴ്സ് റേസിങ്. അതിനുപയോഗിക്കുന്ന കുതിരകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, പിന്നെ അന്നത്തെ കാലത്ത് അവർക്ക് കിട്ടിയ പ്രൈസ്, ട്രോഫികൾ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടുതൽ കൂടെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു സെക്ഷനോടെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെ ഗെയിം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗെയിമാണ് ഫൂട്ടി. അത് ഇവർക്ക് ജീവനാട്ടോ. അതിൻ്റെ പേരിൽ കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വരാൻ പോയിട്ട് ഉൾപ്പെടെ വേണ്ടെന്ന് പറഞ്ഞു വിട്ടു. ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തോ പരിപാടി അങ്ങനത്തെ ഒരു സെക്ഷൻ വന്നതാണ്. ഇവിടെ ഗെയിമിങ്ങിനുള്ള സെക്ഷനുണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ ഒരു സെക്ഷൻ കൂടി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. മ്യൂസിയം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടോ MCGയുടെ ഒരു ഷോപ്പുണ്ട്. അതിനകത്ത് പല രാജ്യങ്ങളുടെ ജേഴ്സികൾ, അതുപോലെ സൊവീനിയേഴ്സ് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കളി തുടങ്ങി കേട്ടോ. മെൽബണിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3,73,691 ആൾക്കാരാണ് ഈ മെൽബണിൽ നടന്ന ബോക്സിംഗ് ടെസ്റ്റ് കാണാൻ വേണ്ടി മാത്രം വന്നത്. 1937 ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന കളിയിൽ 3,23,000 പേര്. അന്ന് സ്റ്റേഡിയം ഇത്ര വലുതായുള്ള സെറ്റപ്പൊന്നും ആയുള്ള ആ ഒരു സമയത്ത് വന്ന റെക്കോർഡാട്ടോ ഈ പ്രാവശ്യം ഇത് ചെയ്തേ ഇന്ത്യ ഓസ്ട്രേലിയ. എൻ്റെ പൊന്നോ, അതിൻ്റെ ഒരു വൈബ്, ആ ഒരു ഫീലുമില്ലേ നമുക്ക് കണ്ടു തന്നെ പറഞ്ഞ് മനസ്സിലാകണോ. ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ തുടക്കം പറഞ്ഞ് ഓർക്കണേ, ടെസ്റ്റിൻ്റെ ഒരു ഫീലല്ലായിരുന്നു, വേറൊരു വൈബായിരുന്നു. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ അകത്താണെങ്കിലോ നല്ല ചൂടുകൂടി ആയിരുന്നു. ഒത്തിരി ബിയർ പാർലറുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഞാനും അങ്ങനെ കുറേ നേരം ചൂടായ കാരണം ഒരു റെസ്റ്റോറൻറ്റ് കയറി ഒരു ബിയറും വാങ്ങിച്ച് ഞാനും കഴിച്ചു. പിന്നെ AC-ലിരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി വേറെയുണ്ട്, VIP-കൾക്കുള്ള വേറെയുണ്ട്. എല്ലാം കൊണ്ടും ഒരു മഹാസംഭവം തന്നെയാണ് ഈ MCG. അതുപോലെ തന്നെ കളിയുടെ ഇടയ്ക്ക് വല്ല ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ നമുക്ക് VIPസിനൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ സ്പോർട്സ് അസോസിയേഷൻ ഇതിനകത്തൊക്കെ അവിടെ ഓരോ ഗെയിമിംഗ് പരിപാടികളൊക്കെ ഗ്രൗണ്ടിൻ്റെ അകത്ത് വെക്കുന്നുണ്ടാവും കേട്ടോ. ആ 30 മിനിറ്റ്സ് കവർ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്.
എന്തായാലും കളി തീരാൻ വേണ്ടി നിന്നില്ല കേട്ടോ. 1 മണിക്കൂർ മുമ്പ് ഞാനിവിടെ ഇറങ്ങി, അല്ലെങ്കിൽ നല്ല തിരക്കറിയും. അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ പുറത്തിറങ്ങുമ്പോഴും പണ്ടത്തെ കളിക്കാരുടെ ബ്രാൻഡ്മാൻ്റെ ഒക്കെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൻ്റെ ആ ഒരു ഫീലായിരുന്നു കേട്ടോ ഇന്ത്യ ഓസ്ട്രേലിയ. ആ ലെവലിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് മാറിക്കഴിഞ്ഞു. അങ്ങനെ 4ാമത്തെ ടെസ്റ്റ് മെൽബണിലും ഇന്ത്യ തോറ്റു. 5 ദിവസം ടെസ്റ്റ് നടന്നുള്ളൊരു സന്തോഷം. ഒത്തിരി ആൾക്കാരും വന്ന് കളിയും കണ്ടു. ഇനി സിഡ്നിയിൽ 3ാമത്തെ ദിവസം നാളെ എന്ത് സംഭവിക്കുന്നു, എന്തെങ്കിലും അത്ഭുതം നടന്നു കഴിഞ്ഞാൽ ഇന്ത്യ ജയിക്കും. ടെസ്റ്റ് 2-2 സമനിലയാവും. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ചൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്